I welcome all of you in the precious name of our Lord and Savior Jesus Christ, and it is a God-given privilege to be here as a minister of Word of God. ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ തുടരുമെന്ന്. Because I started off in English, don't think that I'm going to continue like that. ദൈവം നമുക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. praise God for this great fellowship that God has given us. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ കണ്ട് ഞാനും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I've been praising God for what God has been doing in the city of Albany through you. എൻ്റെ പ്രിയ സ്നേഹിതന് കൂടെ തുടക്കമിട്ട ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം ദൈവം വർദ്ധിപ്പിച്ചല്ലോ. And God has established you through this ministry that was started off through my friend. എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം. And all the brothers and sisters, I greet you in the name of Jesus. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് റാന്നിയിൽ നിന്ന് 15 കിലോമീറ്റർ കിഴക്കുള്ള ഒരു ഗ്രാമത്തിലാണ്. So I was born and brought up in a small village east of Rani, the city of Rani. എൻ്റെ പിതാവ് മിലിറ്ററി സേവനത്തിന് ശേഷമായിട്ട് അവിടെ ഒരു പ്ലാന്റേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. And my father was working in the plantation field there after retiring from the Indian military. ഞങ്ങൾ 7 മക്കളാണ്. And we are 7 children. 6 പെൺകുട്ടികളും അവസാനമായിട്ട് കർത്താവ് എന്നെയും അവർക്ക് ദാനം നൽകി. And I have 6 older sisters, and after that I was born as a boy for my parents. എൻ്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ ദൈവം കൃപ നൽകി. Now God has given me an opportunity to receive him as my savior in the beginning of my young childhood. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് ആഗ്രയിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി പോകാൻ കർത്താവ് അവസരമൊരുക്കി. And after my pre-degree course I went to Agra to study engineering. ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ വിവാഹം നാട്ടിൽ നടക്കുന്നത്. തിരിച്ച് ഒരു സഹോദരനെ ഉള്ളതുകൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നു. ആ വിവാഹശേഷം ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി, പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, നിർബന്ധിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. After one semester I returned back home to attend the wedding of my sisters because I'm the only brother for them. So but as I was attending a meeting, I was compelled by the Holy Spirit to be a full-time worker for the Lord. കഴിഞ്ഞ 34 വർഷം 6 ചർച്ചകളിലായിട്ട് കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ ദൈവം കൃപ നൽകി. For the last 34 years I have been ministering as a church minister in 6 different churches I have served. എനിക്ക് ദാനം നൽകിയ കുഞ്ഞുങ്ങൾ 3 പേരുണ്ട് എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞല്ലോ. അതിലൊരാൾ ഇപ്പോൾ കർത്താവിനോടൊപ്പമാണ്. ബാക്കി 2 പേരും പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And as I have shared my testimony before, God has given me 3 children, but my oldest daughter is resting with the Lord in eternity now. The other 2 children are continuing their studies. എൻ്റെ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. നമ്മുടെ എബിൻ പാസ്റ്റർ പഠിച്ച റഡാറൂണിൽ BD കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം MDH വേണ്ടി മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഈ ജൂൺ മുതൽ ജോയിൻ ചെയ്ത് സ്റ്റഡി ആരംഭിച്ചിരിക്കുന്നു. My son decided to follow in full time in Lord's ministry, and he has completed his bachelor's studies in the Dehradun seminary, and now he is doing his MDH in Manakala Theological Seminary. BD കഴിഞ്ഞ് 1 വർഷം ബീഹാറിൽ പ്രവർത്തിക്കാനായിട്ട് പോകണം. അതിൻ്റെ ആ കോഴ്സിൻ്റെ അകത്തുണ്ട്. BD കഴിഞ്ഞ് MDH-നിടയിൽ 1 വർഷം ഫീൽഡ് വർക്ക് ഉണ്ട്. അങ്ങനെ ബീഹാറാണ് തിരഞ്ഞെടുത്തത്. And it is a requirement that after the BD studies they have to work in the field for 1 year, and he chose the land of Bihar for his 1-year ministry before MTH. എൻ്റെ പ്രിയപ്പെട്ടവളും തൻ്റെ തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിന് ശേഷം മധ്യപ്രദേശിലുള്ള ബസ്തർ ജില്ലയിലാണ് ആദ്യം പ്രവർത്തിക്കാൻ പോണത്. പിന്നാണ് വിവാഹമൊക്കെ കഴിയുന്നത്. And my wife as well studied in the theological seminary, and she went to Madhya Pradesh in Bastar before even she got married in order for ministry. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്ന് വലിയ ആശയായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ 20-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അമ്മ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിടത്തും അങ്ങനെ പോകാൻ പറ്റുമായിരുന്നില്ല. And though I was eagerly waiting for an opportunity to work in the North India, my mother became a widow when I was only 20 years of age. So I had to take care of my mother, so I could not leave her and go to North India. When I was 20 years old, my father passed away from this world. So
It was my responsibility to take care of my mother. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ മകന് ബീഹാറിൽ പ്രവർത്തിക്കാനായിട്ട് പോയ ആ പ്രത്യേക സമയം ഞങ്ങൾക്കും അവിടെ കടന്നു പോകാൻ ദൈവം ഒരു അവസരം ഒരുക്കി. So as my son was ministering in Bihar, we also got an opportunity to go and be with him there. കഴിഞ്ഞ ഒരു വർഷം അവിടെ 12 കുട്ടികളെ എടുത്ത് പരിശീലിപ്പിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അവിടുത്തുകാരായ കുട്ടികളെ പരിശീലിപ്പിച്ച് ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന ആ മിനിസ്ട്രിയിൽ പങ്കാളിയാകുവാൻ കർത്താവ് അവസരം ഒരുക്കി. And we were training 12 of the local students there, and for the past 1 year we've been involving in that ministry and training them to the fields. അടുത്ത മാർച്ച് മാസം വരെ അവരുമായിട്ട് വാക്കാൽ എനിക്ക് ബന്ധം ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തുടർന്നു ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞ് ബീഹാറിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. And I have a commitment to continue in that ministry until next March, and I will go back to Bihar once I go back from the US. നമുക്ക് സമയത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ദൈവദിനത്തിലേക്ക് കടക്കുകയാണ്. ഇനി മറ്റൊന്നും പറയാതെ ദൈവദിനത്തിലേക്ക് കടക്കുക. And I will enter into the God's word soon. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. And we are going to meditate from the book of Matthew chapter 17 verses 1 through 8. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. 6 days later Jesus took with him Peter and James and John his brother and led them up on a high mountain by themselves. മാത്യു ചാപ്റ്റർ 17-ല്, മാർക്ക് ചാപ്റ്റർ 9-ല്, ലുക്ക് ചാപ്റ്റർ 9-ല് എല്ലാം ഈ പോർഷൻ എഴുതിയിട്ടുണ്ട്. You can see the similar portion mentioned in Matthew chapter 17, Mark chapter 9 and Luke chapter 9. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ പോർഷൻ ചിന്തിക്കുമ്പോൾ തന്നെ അതിനൊരു ഒരു വേ തുറക്കാൻ വേണ്ടി, ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി 2 പദങ്ങൾ 1-ാം വാക്യത്തിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. ഒന്ന്, ഹൈ മൗണ്ടൻ ആൻഡ് ബ്രിങ് ദം അപ്പ് ആൻഡ് ടേക്ക് പീറ്റർ ജെയിംസ് ആൻഡ് ജോൺ ബ്രദർ. അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരു പദമുണ്ട്, തനിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന്. So 2 words, I just want to start in order to lead a way to this sermon. One is high mountain and by themselves. ഉയർന്ന മല നമ്മളെ കാണിക്കുന്നത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമാണ്. So high mountain shows problems. തനിച്ച് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതുവരെ 12 ശിഷ്യന്മാരുണ്ട്, ജനങ്ങളുണ്ട്. അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ലോൺലിനെസ്സിനെ കാണിക്കുന്നതാണ്. By themselves or apart means that they are separated from the other people, or they are by themselves, they are alone now. In our Christian life we have difficulties and loneliness and problems. We should face that. And നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകാം, എന്നാൽ നാം അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് ഈ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. And this chapter 17 verses 1 through 8 we are going to think about what should we do when we are faced with problems. എന്നോട് സന്തോഷ് പാസ്റ്റർ സമയം പറഞ്ഞതുകൊണ്ട് ഞാൻ സ്പീഡിൽ ആ സമയത്തിനുള്ളിൽ നിർത്തത്തക്ക രീതിയിൽ ഒന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാം. And because I was given a time, I will make it fast. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളും ഇസ്രായേൽ എന്ന് വരുന്ന ആ പ്രത്യേക സമയത്ത് ചെങ്കടലിന് മുമ്പിൽ വന്നു, 2 സൈഡിലും വലിയ പർവ്വതം. അതുകൊണ്ട് അവർക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഉയർന്ന മലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എപ്പോഴും പ്രതിസന്ധികൾ തന്നെയാണ്. So when Israelites were returning from Egypt, they had high mountains beside them, so they could not run and escape. And in our Christian life as well, sometimes we are blocked by high mountains and we have to deal with it. തനിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ അനുഭവം എന്ന് ഞാൻ പറഞ്ഞല്ലോ. And it says they were taken by themselves. That means that they were isolated. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 കാര്യങ്ങൾ ഈ 8 വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. And what should we do? We are going to think about 8 things from these 8 verses. ഒന്നാമത്, ഈ പ്രതിസന്ധിയും പ്രശ്നവും നമ്മെ നശിപ്പിക്കാനോ തളർത്താനോ അല്ല, പിന്നെയോ പ്രാർത്ഥനയ്ക്കായി നമ്മെ ഇൻവൈറ്റ് ചെയ്യുകയാണ്.
And the problems come into our lives not to disappoint us, but in order to encourage us to pray. പ്രാർത്ഥന എന്ന് പറയുന്നത് മീറ്റിംഗ് പ്ലേസ് ആണ്. നമ്മുടെ സർവശക്തന്റെ മുഖത്ത് നോക്കി അവിടുത്തോട് സംസാരിക്കുവാനുള്ള സമയമാണ് പ്രാർത്ഥന. Prayer is the meeting place that we meet with the Almighty God, that we take time to talk to Him. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 28 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാം, അവൻ അവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. In Luke chapter 9 verse 28, there it says that Jesus took them to the high mountain to pray. Went up into a mountain to pray. അവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. So Jesus is taking these disciples into a mountain to pray. എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് തന്നെ കഴിവില്ലെന്നും സർവശക്തന്റെ ശക്തിയും കൃപയും നമുക്ക് വേണമെന്ന് ആവശ്യമുള്ളവരെ പ്രാർത്ഥിക്കത്തുള്ളൂ. So when do we pray? Is that when we realize that we cannot face this mountain by ourselves, but we need the strength of the Lord and the grace of the Lord. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രാർത്ഥന സ്വർഗ്ഗത്തെ ചലിപ്പിക്കുമെന്ന്. And we have heard this, that prayer can move the heavens. അത് 100% ശരി തന്നെയാണ്. Now when it is 100% true, എന്നാൽ പ്രാർത്ഥന ആദ്യം ചലിപ്പിക്കുന്നത് നമ്മെ തന്നെയാണ്. but prayer moves ourselves first. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബലഹീനതയും നമ്മുടെ കഴിവുകേടുകളും നമ്മൾ ഗ്രഹിക്കുന്നത്. And only when you sit down in prayer, then only you would recognize our own weaknesses and our own shortcomings. പ്രാർത്ഥന നമ്മുടെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യുന്നതാണ്. Now prayer can change our situation. നമ്മൾ പറയാം, ഈ മലയുടെ പേരെന്താണ്? ഇവിടെ നമ്മൾ വായിക്കുന്ന ഹൈ മൗണ്ടൻ. So what is the name of this mountain? We just read that it is a high mountain. Geographically it is the Mount of Tabor. Now geographically it is the Mount of Tabor which is mentioned here. When we study this portion, we can see the heading of this portion is Mount of Transfiguration. And when we read in the Bible, it is titled as the Mount of Transfiguration. നോക്കുക, ഒന്ന് ഉയർന്ന മല എന്ന് വായിക്കുന്നു. Number one, we read that a high mountain. Geographically ഇത് താബോർ മലയാണ്. And geographically it is Mount Tabor. ഈ മലയ്ക്ക് നമ്മൾ പാരപ്രൈസ് ചെയ്തിരിക്കുന്നത്, പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുമ്പോൾ ഹെഡിങ് കൊടുത്തിരിക്കുന്ന Mount of Transfiguration എന്നാണ്. And in order for study, it is titled as the Mount of Transfiguration. Will you please turn your attention to 2 Peter chapter 1:16-19, where we see another name. 1 പത്രോസ് 1:16-19 വരെയുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ മറ്റൊരു പേര് ഈ മലയ്ക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ നോക്കുക, കഴിയും. അവർ പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുക, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. And as they were praying, they said, we have witnessed His glory. 2 Peter chapter 1, 2 Peter. അവിടെ നമ്മൾ വായിക്കുന്നു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. I mean, there, like Peter says that we were the witnesses of His majesty. ഞങ്ങൾ നിർമ്മിത കഥകളെ ഒന്നും അല്ല നിങ്ങളോട് പറഞ്ഞത്. So Peter saying that we are not, telling you the cunningly We devised heard parables. His sound when we were in holy mountain. But Peter says that we did witnessed, or we heard, His sound when we were in that mountain. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഞങ്ങൾ കേട്ടു. So Peter was telling that we did hear the sound from heaven saying that this is my beloved son, in him I am well pleased. എവിടെ വെച്ചാ കേട്ടെന്ന് അറിയാമോ? Do you know where did they hear that sound? ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുന്നപ്പോ. And Peter describes it as when we were with him in the holy mountain. So now address change. Now the address, ipo address മാറിയിരിക്കുന്നു. അവിടെ ഹൈ മൗണ്ടൻ എന്നല്ല, It is not mentioned as high mountain anymore. താബോർ മലയിൽ നിന്നല്ല, Not saying Tabor mountain. അല്ലേ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നല്ല, രൂപാന്തരത്തിന്റെ മല എന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് വിശുദ്ധ പർവ്വതം. How it happened? Because of prayer only. ഹല്ലേലൂയ. ഇപ്പോൾ പത്രോസ് പറയുന്നത് വിശുദ്ധ പർവ്വതത്തിൽ അവനോട് കൂടി ഇരിക്കുമ്പോൾ എന്നാണ്. എങ്ങനെയാണ് പേര് മാറിയത്? പ്രാർത്ഥന മുഖാന്തരം.
മുഖാന്തരം. പ്രാർത്ഥന നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം Prayer വരുത്തും. can change our situation. How many of you believe that Hallelujah. God is going to change our situations? ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കും പ്രാർത്ഥനകൾക്ക് നമ്മളുടെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് കഴിയും? ജനങ്ങളെ ഓടിച്ചു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. God can bring in people. അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയും. God can do miracles. ആരെ കൊണ്ട് അത് കഴിയുന്നെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കുന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട്. Do you know who God will do these things through? It is through the men and women who would bow their knees for prayer. എനിക്ക് കഴിവില്ല ദൈവമേ, ഞങ്ങൾക്ക് ശക്തിയില്ല, എന്നാ നീ ശക്തനാ, ഞങ്ങൾ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞു മുഴങ്കാലും അടക്കാൻ എത്ര പേർ തയ്യാറാവും? How many of you would bow down to your knees and say, the Lord, we are weak and we don't have power on our own, but we need your strength and grace in order to face this mountain. 10-15 വർഷത്തിന് മുമ്പ് പ്രാർത്ഥനയാ തുടക്കമിട്ടപ്പോൾ ഇങ്ങനെ ഒരു വിസ്താരം കണ്ടിട്ടല്ല. പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി വിശാലത കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. No, we don't start any work seeing that it's going to grow, but it is God who would do miracles for those who pray. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. Let us submit ourselves for prayer. നമ്മുടെ അഡ്രസ്സിനെ ദൈവം മാറ്റും. God will change our address. നമ്മുടെ സ്ഥിതികളെ ദൈവം മാറ്റും. God will change your situation. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു പറ, yes I believe that. Thank you Jesus. Hallelujah. രണ്ടാമത് നമ്മളിവിടെ വായിക്കുന്നത് Number 2 that we read there. എന്തിനാ ഈ പ്രതിസന്ധി എന്നറിയാവോ? Now, do you know why these high mountains? God want to change or നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. No, ദൈവം നമുക്കൊരു രൂപാന്തരം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ രൂപാന്തരപ്പെട്ടു. Now, when Jesus prayed, he transfigured. അവിടുത്തെ മുഖം സൂര്യ തേജസ് പോലായി. His face became the face of or the sun, like a glory of the sun. അവിടുത്തെ ഡ്രസ്സ്, അവിടെ ഇട്ടിരുന്ന ഉടുപ്പ് ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി. And their clothes or the robes became as white as no laundryman in this world could make it white as like that. ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ രൂപാന്തരപ്പെടുത്തും. No, some of the problems will transform us. ഹന്നയുടെ ജീവിതത്തിൽ നിരന്തരം പ്രതിസന്ധി ഉണ്ടായിരുന്നു. And in Hannah's life, she had faced problems every day. പെനീനയുടെ കുത്തുവാക്കുണ്ടായിരുന്നു. And Penina was hurting her every day. അവളെ ദിനംപ്രതി ഹർട്ട് ചെയ്തുകൊണ്ടിരുന്നു. And they kept hurting her day by day. പക്ഷെ അന്നയ്ക്ക് ക്ഷമ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. But what happened to Hannah was her patience kept increasing. അവര് ഫീസ്റ്റ് എടുക്കുമ്പോൾ അവൾ ഫാസ്റ്റിംഗ് എടുക്കാനായി തുടങ്ങി. And when they went for feast, Hannah started fasting. അത് മാത്രമല്ല, ആലയത്തിലേക്ക് അവൾ കടന്നുപോയി പ്രാർത്ഥിക്കാൻ. And not just that, she went into the sanctuary to pray. അവിടുത്തെ പാസ്റ്റർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. അവളെ റിബൂക്ക് ചെയ്തു. No, the pastor could not realize the burden of her pain. He rebuked Hannah. ശരാബ് പിന്നവാല എന്ന് പറഞ്ഞു, മദ്യം കുടിച്ചവളെന്ന് പറഞ്ഞു. They said, she's a drunkard. പക്ഷേ അവൾ കോപിച്ചില്ല. But she did not get angry. അവൾ ദേഷ്യപ്പെട്ടില്ല. She did not abuse back him. അവൾ പറഞ്ഞു, ഞാൻ മനോവസനമുള്ള സ്ത്രീയാ. She said, I am a woman of sorrowful heart. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാ. No, I am only pouring out my heart to the Lord. എനിക്കൊരു കുഞ്ഞിനെ വേണം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And I am praying for a son. ഇത്ര ക്ഷമ എവിടുന്ന് കിട്ടിയെന്നറിയാമോ? അവിടെ കുടുംബജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധി അവളെ ക്ഷമയുള്ളവളാക്കി മാറ്റി. Do you know how she gained all these patience? It was because of the problems that she faced in her life. നിങ്ങളൊക്കെ വീടും കൂടും വിട്ടുമൊക്കെ ഇവിടെ പഠിക്കാൻ വന്നതാ. നമ്മുടെ അനുവിനെ പോലുള്ളവരൊക്കെ പെട്ടെന്ന് ഇവിടെ വന്നവരാ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നവും നമ്മെ ചെറുതാക്കിയല്ല, ചുരുക്കിയല്ല. ഏത് പ്രതിസന്ധിയും നാല് കാലിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മെ പ്രാപ്തിയുള്ളവരാണ്. Amen, amen, amen. Most of you have come here, leaving behind your families and the parents and everyone. And when you are faced with the challenges, it does not make you weak, but it will make you stronger and stronger, so that you will find boldness to stand alone. ഇവൻ പാസ്റ്റർ, ദൈവം തമ്പുരാൻ പിന്നെയും പല കാര്യങ്ങൾ പഠിപ്പിച്ച് കർത്താവിന് വേണ്ടി ശക്തിയോട് നിർത്താൻ ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധികളിലൂടെ എന്നെയും താങ്കളെയൊക്കെ കടത്തി വിട്ടേക്കാം. God will send us through different problems in order for us to learn, different lessons to stand strong for the Lord. പക്ഷേ തകരാൻ ദൈവം അനുവദിക്കയില്ല. But God won't let us fall apart. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ നിലം പറ്റുന്നതിന് മുമ്പ് ചിറകിന്മേൽ വഹിക്കുന്ന ഒരു ദൈവം. Oh hallelujah, when we are about to fall down and perish, he will come down and lift us up in his wings. ആ കരം എത്ര ശ്രേഷ്ഠമാണ്. Hallelujah.
ആ കരം എത്ര മഹത്വമുള്ളതാണ്, Amen, amen. How great is അവിടുത്തെ your നാമം name. എത്ര ശ്രേഷ്ഠമാണ്. How great is his name. മൂന്നാമതായി നമ്മൾ പഠിക്കുമ്പോൾ The third thing that we learn here, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ പിൻപറ്റുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ചില പ്രതികൂലത്തിലൂടെ പോകണം. and in order for us to recognize what God that we serve, we must go through certain situations in our lives. അവർ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് ഒത്തിരി ദിവസമായി. So it's been many years since these disciples started following Jesus. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന അവർ കണ്ടു. Now they saw how God could feed 5,000 men with 5 loaves of bread. അവർ കമ്പാഷനേറ്റ് ആയിട്ടുള്ള അലിവുള്ള കർത്താവിന്റെ കരുതലും കരുണയും അവർ കണ്ടു. And they also witnessed, how compassionate God is to those who are sick. അവർ പലതും യേശുവിനെ കുറിച്ച് കണ്ടു. And they saw many things about Jesus. പക്ഷേ ഇപ്പൊ കാണുന്ന യേശു ഇതുവരെ കണ്ട യേശു അല്ല. But what Jesus they are witnessing now is not the same Jesus that they have seen until now. മോശ കാണാൻ കൊതിച്ച ഒരു കർത്താവിനെ അവർ അവരുടെ കണ്ണുകൊണ്ട് കാണുക. Oh, the same Jesus that Moses desired to see is whom they are seeing now. മഹത്വം വാരി ചുറ്റിയ കർത്താവിനെ അവർ കാണുകയാണ്. Oh, the Lord who is full of his divine glory. സൂര്യ തേജസ്സുള്ള യേശുവിനെ അവർ കാണുകയാണ്. And Jesus who is, as glory, as shining as the sun. ഇതുവരെ കാണാത്ത വെണ്മയുള്ളവനെ കാണുകയാണ്. The one with, the whitest robe ever. ശൂലേമി പാടിയതുപോലെ എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുള്ളവൻ എന്ന് പറഞ്ഞതുപോലെ വെണ്മയുള്ള ശുദ്ധിയുള്ള പരിശുദ്ധനായവനെ കാണുകയാണ്. As the Shulamite sang, my beloved is the most beautiful one. That is what the disciples are witnessing now. സ്നേഹിത, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി, സഹോദരി, ഇന്നുവരെ അനുഭവിക്കാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ വിളിക്കുന്ന ദൈവം ആരാണ്, നീ സേവിക്കുന്ന കർത്താവ് ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പാഠശാല ദൈവം തുറക്കുക. Dear sister and dear brother, like when you are faced with the problems, it is giving God an opportunity. It is giving you an opportunity to recognize who the Lord that you are serving. ദൈവം തീയിൽ നിന്ന് വിടുവിക്കുമെന്ന് ഇസ്രായേലിലെ ആ ബാലന്മാർക്കറിയാം. ചന്ദ്രകമേശക്ക് അഭയദ്രവോവിന് അറിയാം. And the Israelite boys Shadrach, Meshach and Abednego knew clearly that God can deliver you out of the fire. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് തീയിൽ വീഴാതെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. No, initially they were thinking about a God who would keep them from falling to the fire. But when they fall in the fire, they experience the great presence of God there, and they understood that our God is Hallelujah. able to keep inside the fire. എന്നാൽ അവർ ആ തീയിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങളെ വീഴാതെ സൂക്ഷിക്കാനല്ല കർത്താവിന് കഴിയുന്നത്, എന്നാൽ വീണാലും ഞങ്ങളെ സുരക്ഷിതനായിട്ട് സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. തീയുടെ ബലം കെടുത്തുന്ന ഒരു കർത്താവ്, Hallelujah, the God who can quench the strong strength of the നിന്നെ fire. ദഹിപ്പിക്കുന്ന പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളെ അതേ ശക്തിയെ ഇല്ലായ്മയാക്കുന്ന ഒരു ദൈവം, A God who can decrease the power of the problems that you're faced with. നിന്നെ അലട്ടുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുന്ന ഒരു കർത്താവ്, A God who can break the chains of the diseases that you're faced with today. എരുതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല, വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളില, വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളില. ആ പാട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ സഭയ്ക്കായിരിക്കും, പ്രിയപ്പെട്ടവർക്കൊക്കെയാണ്. ഞാനതിൻ്റെ വിശദീകരണം ഒന്നും പറയുന്നില്ല. So maybe you all know, you are all familiar with this song. അതുകൊണ്ട് മൂന്നാമത് ഞാൻ പറഞ്ഞ എന്തുവാ, നമ്മുടെ യേശുവിൻ്റെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ചില പ്രതിസന്ധികൾ. So the third point was that for us to recognize the glory of the Lord that we serve. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, The fourth point is അവരെ ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുന്നത് കാണുകയാണ്. So they are seeing the kingdom of God being revealed with power. കർത്താവ് അവരോട് പറഞ്ഞു,
ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. Now God told the disciples that I am about to be crucified. പത്രോസ് പറഞ്ഞു, ഒരു നാളും നിനക്കരുതേ. No, Peter said, let that never happen to you. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ 16-ാം അധ്യായം ലാസ്റ്റ് നമ്മൾ വായിക്കുന്നത് യേശു പറയുക, ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുവോളം മരണം ആസ്വദിക്കാത്തവരിൽ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട്. But after that Jesus said that truly I say unto you, there are some of those who are standing here who will not taste death until they see the Son of Man coming in his kingdom. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. And 6 days after this talk they were taken to this high mountain. ഈ ദൈവരാജ്യം ശക്തിയോട് കാണുക എന്ന് പറയുന്നതിന് പല ഫുൾഫിൽമെന്റ് ഉണ്ട്. ഒരേ പ്രവചനത്തിന് ഒരേ വാക്യത്തിന് പല ഫുൾഫിൽമെന്റ് ഉണ്ട്. സ്പീഡിൽ ചിലപ്പോൾ പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്നുള്ള ഫുൾഫിൽമെന്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ ആ ഭാഗം മാത്രം ഒന്ന് ഊന്നലെന്ന് പറയട്ടെ. So like the word that Son of Man coming in his kingdom has many different fulfillment, some partial fulfillment or speedy fulfillment. I will go fast. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ദൈവരാജ്യത്തിന്റെ ഒരു പ്രദർശനം കർത്താവ് ശിഷ്യന്മാരിൽ 3 പേരെ കാണുകയാണ്. And literally 3 of the disciples are being witnesses to the manifestation of the kingdom of God or the glory of God. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And they are praying there. പെട്ടെന്ന് യേശുക്രിസ്തുവിന്റെ രൂപാന്തരപ്പെട്ടു. All of a sudden there was transfiguration of Jesus. പെട്ടെന്ന് 2 പേർ അവിടേക്ക് കടന്നു വന്നു. All of a sudden 2 other men came down. Do you know who they were? Do you know who were they? Faith. Kone? Said. Moses and Elijah. Moses and Elijah. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഞാൻ വേറൊരു രാജ്യത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററങ്ങളെ ഇന്ന് പ്രസംഗം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കഴിവുള്ളിടത്തോളം മനസ്സിലാകത്തക്ക രീതിയിലാണ് പ്രസംഗിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാം കൂടെ വേണമല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പേരൊക്കെ വിളിക്കുന്ന അവളുടെ അട്രാക്ഷന് വേണ്ടിയാണ്, അറ്റൻഷന് വേണ്ടിയാണ്. Okay. So I encourage all the children to pay attention. Pastor Uncle is making it as simple as he can, so that you can also grasp the message. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ മോശയും ഏലിയാവും ഇറങ്ങി വന്നു. So it was Moses and Elijah who came down that day. മോശ ആരാന്നറിയാമോ? Do you know who is Moses? ഏറ്റവും കൂടുതൽ നല്ല ശവസംസ്കാരം കിട്ടിയ വ്യക്തിയാണ് മോശ. So Moses was the man who received the highest honor funeral. ആരാന്നറിയാമോ ആ ഫ്യൂണറൽ സർവീസിന് നേതൃത്വം നൽകിയത്? Do you know who led the funeral service of Moses? ദൈവം തമ്പുരാൻ തന്നെ. It is God himself. മോശ മരിച്ചില്ലേ? And Moses died. പക്ഷേ ഏലിയാവിനെ അടക്കിയത് ഏത് സെൻട്രൽ പാസ്റ്ററാ? But do you know who conducted the funeral service of Elijah? അദ്ദേഹം മരിച്ചില്ല. Elijah never died. പക്ഷെ എന്താ സംഭവിച്ചേ? But what happened to Elijah? സ്വർഗത്തിലേക്ക് അങ്ങ് എടുക്കപ്പെട്ടില്ലേ? No, he was taken up to the heaven. ഇതെന്നാ കാണിക്കുന്നറിയാവോ? Do you know what does it show? ദൈവരാജ്യത്തിൽ അഥവാ ഭാവി സംഭവിക്കാനുള്ള ആ കർത്താവിന്റെ ശക്തിയോട് വെളിപ്പെടുന്ന രാജ്യത്തിൽ, അഥവാ യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിൽ, ദൈവം ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാജ്യത്തിൽ ഈ 2 കൂട്ടരും ഉണ്ടാവും. So what does that show is that in the new kingdom of heaven to come, there will be all these 2 category people. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാമും രൂപാന്തരപ്പെടും. Hallelujah. When the trumpet of the Lord shall sound and when the archangel comes, those who are alive will be caught up in the heavens, and the saints who are already dead will come down with them. അപ്പോൾ അവിടെ ആരുണ്ടാകുമെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും. So like those who are died already, they will be transformed, and those who are alive will also be there. Those 2 groups. Moses is here representing the dead group, and Elijah is representing the living group. So മോശ പ്രതിനിധാനം ചെയ്യുന്നത് മരിച്ചുപോയിട്ട് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെയും ഏലിയാവ് പ്രതിനിധാനം ചെയ്യുന്നത് മരിക്കാതെ ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെടുന്നവരെയുമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു അധികം താമസിക്കാതെ അത് സംഭവിക്കും. Amen, amen. Our hope is that our Lord shall come soon. നമ്മുടെ കർത്താവ് വരും. Hallelujah. Our Lord will come. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. Our weak bodies will be transformed into his glorified. അവിടെ അബ്രഹാം ഉണ്ടാകും. Abraham
Abraham will be there. അവിടെ ഇസഹാക്ക് ഉണ്ടാവും. Isaac will be there. നമ്മളെ വിട്ടു വാങ്ങിപ്പോയ വിശുദ്ധന്മാർ അവിടെ And ഉണ്ടാവും. all the saints who have foregone will be there. എത്രയും വേഗം അതൊന്ന് സംഭവിച്ചിരുന്നെന്ന് ആശിക്കുന്ന എത്ര പേരുണ്ട്? Hallelujah. How many of you will desire to see that day soon? കർത്താവേ നീ വേഗം വരണമെന്ന് പറയാൻ Lord, ആഗ്രഹമുള്ളവർ come soon. Would you say that prayer today? ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുകയാ. The manifestation of the kingdom of God is coming soon. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന് ത്രികാലാനുഭവം ഉണ്ട്. അത് കൂടുതൽ ആ ഭാഗം നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. ഇനി ആരെങ്കിലും കേട്ടിട്ട് അതാണോ ദൈവരാജ്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. I'm not going into much theological teaching of the kingdom of heaven, so whoever is watching me, don't misinterpret. ഞങ്ങളുടെ പ്രൈസും അവിടെ ഉണ്ടാവും. I am very assured about the fact that our praise more will be there, pastor's oldest daughter. അവൾ എന്നോട് കുണുങ്ങി ചിരിച്ചുകൊണ്ട് ചോദിച്ചത്, അച്ഛേ അമ്മേ യേശുപ്പച്ചനെ കണ്ട പിന്നെ ഇവിടെ വല്ലവരും വസിക്കാൻ ആഗ്രഹിക്കുമോ അച്ഛേ എന്ന് ചോദിച്ചത് ഇന്ന് നെഞ്ചിത്തറയ്ക്കുന്ന ചോദ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. As pastor shared his testimony, when she was just at the tender age of 10, when she went to be with the Lord, before she said goodbye, this is what she asked, Dad, if someone has the vision of Jesus, or if someone was already with Jesus, would they ever want to be here on this earth? And that was her question before she went to be with the Lord. പ്രിയരേ, നമ്മുടെ കർത്താവ് താമസമില്ല വരും. Now Lord will come, before much delay. ഈ വചനത്തിൽ എഴുതിയിട്ടുള്ള പ്രവചനങ്ങൾ മുഴുവനും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. And all the prophecies are coming to be being fulfilled on these days. ആ പ്രവചനവും നിറവേറും. And even that prophecy will be fulfilled. അന്ന് കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ, രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖം നോക്കുവാൻ എത്ര പേരിന്ന് തയ്യാറാവും? Let us not be with the ones who are left behind, but let us make sure that we are with the group that will be raptured into heaven with them. Hallelujah. Hallelujah. കരമുയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തോത്രം ചെയ്യാം. We praise you, Lord. ഓ കാഹളനാദം കേൾക്കും, ഞാനും പറന്നു പോകും, എന്റെ കർത്താവിന്റെ മുഖം കാണും, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവിനെ മുഖമായി കാണും. ആ പ്രത്യാശയുള്ളവർ ദൈവത്തിന് അല്പസമയം മഹത്വം കൊടുത്താട്ട്, കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്, ആരാധന അല്പസമയം ഉയരട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിനെ നമ്മൾ കാണും. And we will see our Lord. ഇപ്പൊ എത്ര കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെന്ന് ഓർമ്മയുണ്ടോ? So how many points did we mention now? ഒന്ന്, പ്രതിസന്ധികൾ വരുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ ഇൻവൈറ്റ് ചെയ്യുക. Number 1, problems invites us for prayer. 2, നമുക്ക് തന്നെ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ്, രൂപാന്തരം വരുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ചില പ്രതിസന്ധികൾ. Number 2, for us to transform ourselves. 3, നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും വെളിപ്പെടാൻ വേണ്ടിയാണ് ആ പ്രതിസന്ധികൾ. Number 3, the problems come in our lives so that God can reveal His glory in our lives. 4, ദൈവരാജ്യത്തിന്റെ ശക്തി അതെന്താണ് മനസ്സിലാക്കാൻ വേണ്ടി. അഥവാ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല എൻ്റേത്, ഒരു നിത്യതയുണ്ട്, അവിടെ എനിക്ക് എത്തിച്ചേരണമെന്ന് നമുക്ക് പ്രേരണ നൽകാൻ വേണ്ടി. Number 4 is for us to have the revelation of the glory of the kingdom. നമുക്ക് ഈ ലോകത്തിലെ ജീവിതം 80-100 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. Now maybe we will live for 80 years or even up to 100 years. പക്ഷെ അത് കഴിഞ്ഞ ഒരു അവസാനമുണ്ട്. But after that we will all go. നമ്മളെ സംബന്ധിച്ച് അത് അവസാനമല്ല. But for a child of God that is not the end. നമുക്കൊരു പുതുയുഗം തുറക്കുക. And for us it's a new era that's happening. ആ പ്രത്യാശയോടാണ് നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്നത്. And with that hope is what we lead this life. ഈ ജീവിതം താൽക്കാലികമാണെന്നും ഒരു നിത്യത എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നും പ്രതിസന്ധികൾ നമ്മെ പഠിപ്പിക്കുന്നു. And the problems teaches us that these problems are just temporary, but we do have an eternal life prepared for us. 5ാമത്തെ കാര്യം, The 5th thing is, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപ്പാട് 16-ാം അധ്യായത്തിൽ പത്രോസിന് കിട്ടി, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. in chapter 16, Peter receives a revelation that Jesus Christ is the Son of the living God. അടുത്ത
കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ ക്രൂശിക്കും. And right after that, Jesus told that I will be caught by the high priest and the scribes, and they will crucify me. ഉടനെ പത്രോസ് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു നാൾ സമ്മതിക്കരുത്, അങ്ങ് മരിക്കരുതേ എന്ന് പറഞ്ഞു. But Peter said, oh, no, let that never happen to you. You should never die. അങ്ങ് കഷ്ടപ്പെടുകയാണോ, അങ്ങ് ക്രൂശിക്കുകയാണോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്ന് പറഞ്ഞു. Let that suffering never happen to you, Jesus. പക്ഷേ ഇപ്പൊ മോശയും ഏലിയാവും വന്ന് യേശുവുമായിട്ട് സംസാരിക്കുകയാണ്. But now Moses and Elijah are talking to Jesus. അവന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു എന്നാണ് ലൂക്കോസ് സുവിശേഷം 9 എഴുതിയിരിക്കുന്നത്. In Luke chapter 9, it describes that they were having a conversation about the crucifixion death of Jesus. മോശ പറഞ്ഞു, പഞ്ചഗ്രന്ഥത്തിൽ അങ്ങയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. And Moses said, about in the first books it is written about you in the law books. ഏലിയാവ് പറഞ്ഞു, പ്രവാചകന്മാർ അങ്ങയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് കേട്ടോ. And Elijah said, even the prophets have prophesied about your death. അവർ പറഞ്ഞു, സങ്കീർത്തന പുസ്തകത്തിൽ അങ്ങയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. And in the Psalms it is written about your death. 22 സങ്കീർത്തനത്തിൽ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന ഒരു കർത്താവിന്റെ ചിത്രം. In Psalms 27 we can see that Jesus crying out to the Father, have you forsaken me? യെശയ്യാ 53 ആസ്പദമാക്കി പ്രവാചകനായ എലൈജ പറഞ്ഞു, നീ വരണ്ടതായി പോലെയാണെങ്കിലും നിന്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കുന്നതെല്ലാം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടതയെന്ന് പറയുന്നത് അത് അവസാനമല്ല, അതിനുശേഷം ഒരു കിരീടമുണ്ട്. Isaiah 53 also describes about that suffering death of Jesus Christ, but they were having conversation that this suffering is not to end you, but after that there is a resurrection. പ്രതിസന്ധി എന്നും പ്രതിസന്ധിയായിട്ട് നിൽക്കില്ല, ഒരു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. Problems will never stay as problems. There is a resurrection coming after the death. Hallelujah. Amen. നമ്മുടെ പ്രതിസന്ധിയുടെ അങ്ങേപ്പുറത്ത് ഒരു ഉയർച്ച ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. How many of you believe that after our problems there is definitely a resurrection? ഞാൻ അവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. അടുത്ത 6ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. Let me go to the 6th point. അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവും മോശയും വന്ന് കർത്താവിനോട് സംസാരിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. So we see that Elijah and Moses are coming and they're talking to Jesus. സംസാരിച്ചത് നിര്യാണത്തെ കുറിച്ചാണ്. And they were talking about his sufferings and death. നിര്യാണം എന്ന് അവിടെ എഴുതിയിട്ടുള്ള ആ പദം ഗ്രീക്കിൽ കൊടുത്തിട്ടുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സോഡസ് അഥവാ പുറപ്പാടിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ്. So like in Greek translation it talks about, they were talking about the Exodus. ഈ കാളയൊക്കെ അല്ലെങ്കിൽ പട്ടാള ക്യാമ്പ് ഒരു സ്ഥലത്ത് യുദ്ധം ജയിച്ചിട്ട് വിജയഭേരി മുഴക്കി അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് ആ ക്യാമ്പ് അങ്ങോട്ട് പോകുന്നത് പോലെ ഈ മരണം, നീ ക്രൂശ് അവസാനമല്ല, അതിനങ്ങേപ്പുറത്തൊരു കിരീടമുണ്ട് എന്ന് അവർ പഠിപ്പിക്കുകയായിരുന്നു. So they were learning that as the soldiers after they win they just walk out victoriously, that this crucifixion and death is not the end. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസ് പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. Now Peter all of a sudden got up. കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. And Peter said, it's better that we stay here, let us make 3 tents. അദ്ദേഹത്തിന് അവിടെ വിട്ട് പോകാൻ കൊതിയോ ഒരിക്കലും ആഗ്രഹമില്ല. And he did not want to leave that place. We can sit here എന്ന് അദ്ദേഹം അങ്ങ് പിന്നെയും പറയുക. Peter kept compelling that let us just stay here, it's good to be here. Why Peter, നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? And Peter, why എന്തുകൊണ്ടാണ് പത്രോസേ നീ ഇപ്പോൾ അങ്ങനെ പറയുന്നത്? അവൻ പറഞ്ഞു, ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം, ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവകൃപ, ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവ സാഹിത്യം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. Peter would say that a presence that I have never felt in my life before, the sweet presence of the Lord I am able to experience now. അതുകൊണ്ട് അവർക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല. So they don't want to get up from that place. ഇന്ന് പകലും ഞാൻ പറയാം, നമുക്ക് 1 മണിക്ക് യോഗ അവസാനിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യം അതിൻ്റെ മഹത്വത്തോടെ അങ്ങോട്ട് എഴുന്നള്ളി വന്നാൽ ഇവിടം വിട്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. So even though we have a time schedule and everything, if the presence of the Lord come down to all with his full glory, none of us would want to get up and walk out. ഞാനൊരു ചർച്ചിൽ ആദ്യം ചെല്ലുന്ന ആഴ്ചയിൽ എനിക്കുണ്ട്
ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇവർ പലരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തുക പോട്ടെ. അവിടെ പെട്ടെന്ന് യോഗം നിർത്തണമെന്നുള്ളതായിരുന്നു. പക്ഷേ അതേ ചർച്ച 2:45 വരെ മീറ്റിംഗ് നീണ്ടിട്ടുണ്ട്. Even though, sometimes when I minister, though I want to cut short the meetings, sometimes, it just goes beyond time. ഞാൻ പറഞ്ഞൊരു ചുരുക്കം, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നമ്മൾ അവിടെ അങ്ങ് ഇരിക്കാൻ കൊതിക്കും. So what I meant was that if the real presence of the Lord come down, we will not want to leave. അപ്പോൾ പ്രതിസന്ധിയും പ്രശ്നവും കടന്നു വരുന്നത് നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാം. And the problems come into our lives for us to experience the presence of the Lord. അങ്ങനെ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ഈ ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു ചാനലാണ് ഈ പ്രതിസന്ധിയും പ്രശ്നവും എന്ന് പറയുന്നത്. So it is a channel for us to, problems are a channel for us to listen to the word of God. മോശയും ഏലിയാവും വന്ന് യേശുവിനോട് സംസാരിക്കുന്നു. And Moses and Elijah came and they were talking to Jesus. ഹലോ, പ്രാർത്ഥിക്കാൻ ആരൊക്കെയാ അവിടെ കയറി പോയേക്കുന്നേ? So who are there to pray now? യേശു ഉണ്ട്, പത്രോസ് ഉണ്ട്, യാക്കോബ് ഉണ്ട്, യോഹന്നാനുണ്ട്. അപ്പോൾ So it is Jesus, James, John and Peter. യേശുക്രിസ്തു ദൈവശബ്ദം കേൾക്കുകയാണ്. And Jesus is, hearing the word of Father God. ആരിക്കൂടെയാ കേൾക്കുന്നേ? ഏലിയാവും മോശയും വന്ന് പ്രവാചകന്മാരും പുസ്തകത്തിലും അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് അവരോട് വിവരിക്കുന്നു. So it is Elijah and Moses, who came down and said, it is written in the book of prophecies and law about your sufferings and death. ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ സാമ്പാസ്റ്ററൊക്കെ ഉള്ള അവിടുന്ന് ചില നാളുകൾക്ക് മുമ്പ്, ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്നേഹിതൻ വിളിക്കുകയുണ്ടായി. So one of my friends called me from Trivandrum. അദ്ദേഹം ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അവിടെ വിളിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. So he called me in order for a special ministry there. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല. And I told him, I'm not in town. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടോ, ഇത്ര വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 30 വർഷത്തിന് മുമ്പ് ഒരു ദിവസം ഒരു സ്പെഷ്യൽ രീതിയിൽ പ്രാർത്ഥന നടത്തിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. And he asked me, do you remember about 30 years ago that there was this special meeting? ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് കുഞ്ഞുങ്ങളോടെല്ലാം ചോദിക്കും, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അവരോട് ചോദിക്കും. So in Bible school I always ask children before they graduate, what is your next step, what are you going to do? അപ്പോൾ അവരെല്ലാം പറയും ഒന്നും ആയിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. So most of them reply that we don't know, nothing fixed yet. അപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി. And sometimes I feel so sad. ഞാൻ അന്ന് ഈ പോർഷൻ എടുത്ത് അവരുടെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിച്ചു. And I took this portion and preached to them in the fasting prayer there. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെ എന്ത് ചെയ്യണമെന്ന് ഒരു വെളിപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തോട് ചോദിക്കണം. And I told them that if you have not received the revelation of what to do next, ask God today. ആ ബൈബിൾ സ്കൂളിന്റെ ഹോൾ ഇങ്ങനെ നിരന്നിരിക്കുക, ഓരോരുത്തരെ പിടിച്ചിട്ട് ഓരോ വശത്ത് ഭിത്തിയോട് ചേർന്ന് മുഖം ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. So I told them, to face the walls of that Bible school hall and to pray each other. അങ്ങനെ പ്രാർത്ഥന അവർ ആരംഭിച്ചു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. And they were facing the walls and they were asking, Lord, what should I do? ആദ്യ ശാന്തമാണ് ആ പ്രാർത്ഥന തുടങ്ങിയതെങ്കിലും കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ചിലര് ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്യാൻ തുടങ്ങി, ചിലർ വലിയ അന്യഭാഷയിൽ പറയാൻ തുടങ്ങി, ചിലർ കരയാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ ദൈവാത്മാ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. Though the prayer meeting started in a very calm manner, after a few minutes some started crying, some started speaking in tongues, some started speaking loud. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കുറവുള്ളവനായിരുന്നു. എന്നാൽ അന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് സംസാരിച്ചു. സാറേ, ഇന്ന് ഈ തിരുവനന്തപുരം ഇവിടെ ഞാൻ ഇന്ന് സെക്ഷൻ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ദൈവീയ വെളിപ്പാടാണ് ഇന്ന് വരെ എന്നെ പിടിച്ചു നിർത്തുന്നത്. So this man told me that during that day when we were praying, the revelation that I received during that moments of prayer is what is even making me stand even now. Our God is speaking God. If you do not know what is next, please kneel down in the presence of God and ask, Father, you are my Father. Please speak to me what step I should take.
നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ കഴിവുള്ള ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വഴിമുട്ടി കർത്താവെ അടുത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി ചോദിക്കുമോ, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ നിങ്ങൾക്ക് നല്ല ആലോചന പറഞ്ഞു തരും. പത്രോസും യാക്കോബും യോഹന്നാനും കുടില് കെട്ടി അവിടെ താമസിക്കാനിരുന്നപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. When Peter, James and John decided that we will make a tent and stay here, there was as voice from heaven came down, he is my beloved son, give ear to him. Peter, your plan is not my plan. അവന് ചെവി കൊടുക്കുക, അതാണ് നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി. Peter, it is not for you to decide to make a tent and stay here, but listen to what God has to say. ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരും ദൈവശബ്ദം കേട്ടു. Everyone in that prayer room that day, they were able to listen to God's word. ഏലിയാവും മോശയും യേശുക്രിസ്തുവിനെ ക്രൂശിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. And Elijah and Moses, were able to reveal the glory of the cross. പത്രോസും കൂട്ടുകാരും സ്വർഗ്ഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടു. And Peter and his friends heard the voice from the heaven. ഇന്ന് പകലിൽ സഭായോഗത്തിന് വന്നിട്ട് ദൈവശബ്ദം കേൾക്കാതെ ആരും ഇവിടുന്ന് പോകരുത്. None of you should go barehanded without listening to the voice of God God today. wants to speak to you personally, dear sister. ദൈവം നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ. How many of you are eagerly waiting for hearing the sound of God? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ എത്ര പേർ താല്പര്യത്തോടെ ഇന്നായിരിക്കും. നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം. God is a God who want to speak to his children. നോക്കണേ, ഈ പ്രിയപ്പെട്ടവർ എന്തിനാ അവിടെ വന്നേ? Why did these people come there? യേശു എന്തിനാ വിളിച്ചോണ്ട് വന്നേ? Why did Jesus bring them there? പ്രാർത്ഥിക്കാൻ. To pray. പക്ഷെ നമ്മള് ഈ മറ്റു ഭാഗം വായിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പത്രോസ് പറയുക, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. We'll read in Mark or Luke, we see that Peter is waking up from his sleep and saying that it's good for us to be here. അപ്പൊ പ്രാർത്ഥിക്കാൻ വന്നത്, വിളിച്ചോണ്ട് വന്നത് പ്രാർത്ഥിക്കാനാ. ഇപ്പൊ അവരെന്ത് ചെയ്തു? ഉറങ്ങി. അപ്പൊ ലക്ഷ്യം തെറ്റിയില്ലേ? So what they were brought there was to pray, but they slept off, so that means they lost the track. രണ്ടാമത് യേശു ഈ ശിഷ്യന്മാരെ വിളിച്ചത് എന്റെ പിന്നാലെ വരാനാ. ഇപ്പൊ പത്രോസ് പറയുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം. 1 for you, 1 for Elijah and another for Moses. So പത്രോസിനെ വിളിച്ചത് കർത്താവിനെ ഫോളോ ചെയ്യാനാണ്. എന്നാൽ പത്രോസ് ഇപ്പൊ പറയുന്നത് എങ്ങനെയാണ്? Let us make 3 tents so that we can stay here, 1 for Jesus, 1 for Moses and 1 for Elijah. സ്നേഹിത, ലക്ഷ്യം തെറ്റരുത് കേട്ടോ. No, dear friend, don't lose your സ്വർഗ്ഗത്തിൽ പോകാനാ നമ്മൾ ഇറങ്ങി തിരിച്ചത്. No, we have started out to go to യേശുവിനെ പിൻഗമിപ്പാനാ ഇറങ്ങി തിരിച്ചത്. No, we are following Jesus. ഇവിടെ മനോഹര കുടില് കെട്ടി താമസിക്കാമെന്നൊന്നും ചിന്തിക്കരുത്. Don't think that we will stay here permanent with a tent. യേശുവിനെ പിൻപറ്റണം. No, we have to keep following him. ഇന്നലെ പകല് നമ്മൾ കേട്ടതുപോലെ ആരും എന്നോടൊപ്പം ഇല്ലെങ്കിലും I will follow Jesus എന്ന് പറയണം. As we heard the message yesterday, even though no one will follow me, I will still follow. ദർശനം മങ്ങാൻ അനുവദിക്കരുത്. No, don't let your visions be diminished. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോ, And as they heard that sound, 8ാമത്തെ കാര്യം, the 8th thing, ഇവര് ഭയന്നു നിലത്ത് വീണു. No, they were afraid and they fell down on the floor. കമിണാ വീണത്. No, they fell face down. എപ്പോഴും ദൈവസന്നിധിയിൽ അവര് കമിണ് വീണ് കിടക്കുക. And they are facing down and in the presence of the Lord. ഞാനായിരുന്നേ ചിന്തിച്ചേനെ, യുവമാരെ അതല്ല എന്നെ വിട്ടിട്ട് ഏലജായെ മോശയും കൂടെ കൂട്ടിയവന്മാർ കുറെ കിടക്കട്ടെന്ന് ചിന്തിച്ചേനെയും. പക്ഷെ കർത്താവ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ചെന്ന് തൊട്ടു. I would have thought, they were going to make the tent and stay here with Elijah and Moses rather than following me. Let them be there, I would have thought. But Jesus did not think that way. ഇന്ന് പകലിൽ കർത്താവ് നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. Even today, God is standing right next to you. How many of you need the touch of Jesus? Oh, hallelujah. നിങ്ങൾ എത്ര പേർക്ക് ആ സ്പർശനം ആവശ്യമുണ്ട്? അവർ ഭയന്ന് കിടക്കുന്നത്. They are afraid and facing down. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെ കുറിച്ചും ഭയമുണ്ടോ? Are you afraid of anything in your life? ഇന്ന് കർത്താവ് എൻ്റെ മേൽ കരം വെക്കണമെന്ന് ആശിച്ചൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. Would you pray with a desire that Lord, you talk to me today? ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കരം വെക്കുന്ന യേശു അരികെ നിൽപ്പുണ്ട്. Jesus is right next to you, who will lay hands on you when you are afraid. എന്നിട്ട് അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട.
And God, Jesus told them, don't be afraid. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയാം, ഡോണ്ട് അഫ്രൈഡ്, ഭയപ്പെടണ്ട. Now, can you give hands to the person next to you and say that, don't be afraid? അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കണ്ണു തുറന്നു. And when they heard that, they opened their eyes. കണ്ണു തുറന്നു. And they opened their eyes. അവിടെ നമ്മൾ വായിക്കുന്ന അവർ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. When they opened their eyes, they couldn't see anyone else but Jesus. സ്നേഹിത, കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടുകാർ എന്നും കാണില്ല. Your friends may not stand with you always. ഭാര്യ കാണില്ല, ഭർത്താവ് കാണുകയില്ല, കുഞ്ഞുങ്ങൾ കാണുകയില്ല. കോവിഡ് കാലം അത് തെളിയിച്ചതാ. Your partner, your brothers, sisters, your children, no one might be with you, and the time of COVID has proved that fact. Open your eyes and look. Jesus is there. എന്നാലും നിങ്ങൾ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ നിങ്ങളുടെ അടുക്ക നിൽക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവർ ഭയന്ന് പേടിച്ചിരിക്കുമ്പോൾ കണ്ണു തുറന്ന് നോക്കിയാൽ യേശുവിനെ അല്ല, മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. When they were afraid and they were there on the ground, but when they opened their eyes, they saw Jesus but no one else. ഇന്ന് എത്ര പേര് കണ്ണു തുറക്കും? How many of you would really open your eyes യേശുവിന്റെ മുഖത്തേക്ക് today? നോക്കും. How many of you would look into Jesus, look unto Jesus കർത്താവിന്റെ today? മുഖത്തേക്ക് നോക്കും. Would you look unto Jesus today? നിന്റെ ഭർത്താവ് കാണില്ല, ഭാര്യ കാണുകയില്ല, കുഞ്ഞുങ്ങൾ കാണുകയില്ല, ആരും സഹായത്തിലില്ലാത്തപ്പോഴും ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. Hallelujah. When your husband is not there, wife is not there, children are not there, your brothers and sisters are not there, but there is a Jesus who would come down to help you. നമ്മൾ പാടിയതുപോലെ കർത്താവ് എനിക്ക് നിന്നെ വേണം. As we sang, Lord, I need you. ഒരിക്കലും forsake ചെയ്യാത്ത അങ്ങേ എനിക്ക് വേണം. No, Lord, you will never forsake me, and I need your presence. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു പെട്ടെന്നിരിക്കുന്നു. Let me just repeat and like I'll sit down. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന മല, പ്രതിസന്ധികളും ലോൺലിനെസ്, തനിച്ചുള്ള അനുഭവങ്ങളും വരും. The high mountains in our lives may show problems and loneliness. ഈ ഭാഗത്തുനിന്ന് ഞാൻ 8 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. And I told us 8 things from this portion. ഒന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി God inviting us. Number 1, this is an invitation for prayer. Second one എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹം. Number 2, God wants to transform your life through this problem. മൂന്നാമത്തേത് നമ്മുടെ യേശു ക്രിസ്തു, നമ്മൾ ആരാധിക്കുന്നവൻ ആരാന്ന് മനസ്സിലാക്കാനാണ്. Number 3, for us to recognize the power of the Lord that you serve. നാലാമത്തേത് നിത്യതയുടെ ദർശനം ഒന്നൂടെ പകർന്നു തരാനാണ്. Number 4, for us to have a better revelation about eternity. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ മരിച്ചുയർത്ത വിശുദ്ധന്മാരും രൂപാന്തരപ്പെട്ടവരും ഉണ്ടെന്നുള്ള നിത്യതയുടെ ദർശനം നമുക്ക് നൽകേണ്ടതിന്. For us to have the recognition that in eternity there will be the saints who are dead and those who are living. അഞ്ചാമത്തെ കാര്യം, കഷ്ടതയുടെ എന്നും കഷ്ടത മാത്രമല്ല, അങ്ങേപ്പുറത്ത് ഒരു ക്രൗൺ ഉണ്ടെന്ന് കാണിക്കാനാണ്. And number 5, sufferings are not permanent, but there is a crown waiting for you. ആറാമത്തെ കാര്യം, നമുക്ക് ദൈവ സാന്നിധ്യം പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്. Number 6, we experience the real presence of the Lord only when you go through problems. ഇംഗ്ലീഷിൽ തന്നെ ഒരു പഴമൊഴിയുണ്ടല്ലോ, ഞാൻ സന്തോഷത്തോടൊപ്പം 1 മൈൽ നടന്നു, അവൾ ഒത്തിരി സംസാരിച്ചു, ഒന്നും പഠിച്ചില്ല. ഞാൻ ദുഃഖത്തോടൊപ്പം 1 മൈൽ നടന്നു, അവൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് ഇംഗ്ലീഷിൽ ഒരു പോയമുണ്ട്. There is a poem that I walked with happiness about a mile, I did not learn anything, but I walked with sorrow another mile, even though we did not talk, I learned so much from that. ഏഴാമത്തെ കാര്യം, ദൈവശബ്ദം കേൾക്കാനുള്ള അവസരം ദൈവം ഒരുക്കുകയാണ്. Number 7, it is an opportunity for you to hear the word of God, hear the voice of God. എട്ടാമത്തെ കാര്യം, പ്രസ്ഥാനം കാണത്തില്ല, കൂട്ടുകാർ കാണത്തില്ല, സ്നേഹിതർ കാണത്തില്ല, എന്നാൽ വിളിച്ച ദൈവം എന്നുണ്ടെന്ന് ഉറപ്പ് നൽകുക. Oh, the 8th point is that even when no one is there with you or stand with you, the God who called you will stay faithful along with you. നിങ്ങളോടൊപ്പം ആയിരുന്നത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. It was a joy for us to be here with you as well. Remember us in your prayers when you remember. Thank you.